ആതിര നൂറ ബേബികൾ തമ്മിലിരുന്നിട്ട് നമ്മുടെ ആര്യനുള്ളപ്പോൾ ഉള്ള കാര്യങ്ങൾ പറയാണ്. ഇവർ പറയുന്നതിൻ്റെ പകുതിയും കാര്യങ്ങളും മ്യൂട്ട് ചെയ്യുകയാണ്. കാരണം അത്രയും വൃത്തികേടാണെന്ന് തോന്നുന്നു. ആര്യനോട് പറഞ്ഞ ഡബിൾ മീനിങ്ങിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളാണ് നൂറ ആതിരയോട് ഇപ്പം പറയുന്നത്. അപ്പോൾ അത് മ്യൂട്ട് ചെയ്ത് വിടുകയാണ് ബിഗ് ബോസിൻ്റെ അധികൃതർ. ആതിര എന്നിട്ട് പറയുന്നുണ്ട് അവനൊരു പാവം പയ്യനാണ്. ആര്യനൊക്കെ ഇപ്പം ഇൻ്റർവ്യൂവിൻ്റെ മേളമായിരിക്കും. സത്യം, ചെറുക്കനാണെ കാണാനും കൂടി ഇച്ചിരി കോലം ഉണ്ടായിപ്പോയി. ഇപ്പം മോഡലിങ്ങിനുമൊക്കെ കയറി കാണുമായിരിക്കും. ആര്യൻ്റെ സൈഡിൽ നിന്നുള്ള വോട്ടുകൾ ഇത്ര ഇങ്ങോട്ട് മറിക്കാൻ വേണ്ടിയുള്ള രണ്ടുപേരുടെ ഒരു കുതന്ത്രമാണിത്. മോഡലിങ്ങിലൊക്കെ കയറിയിട്ടുണ്ടാവും, മതാലസയാവും എന്നൊക്കെ പറയുന്നുണ്ട്. ആര്യം പുറത്തിറങ്ങിയാലേ ഭയങ്കര സ്റ്റാൻഡേർഡൊക്കെ എന്നൊക്കെ നൂറ പറയുന്നുണ്ട്. കണ്ട കണക്കാണ് പറയുന്നത്. പോകാൻ നേരത്തുള്ള കാര്യങ്ങളാണ്. ഹായ് ആദില, ഹായ് നൂറ, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയുന്നു. ആര്യം പറയുന്ന അതേ ടോണിൽ പറയുന്ന അശേ കൊള്ളൂല. അപ്പം ആതിര പറയാണ് പിന്നെ അവൻ്റെ ഒരു ചേച്ചിയാണെന്നൊക്കെ മനസ്സിൽ മതി, വിളിക്കുന്ന പേര് വിളിച്ചാൽ മതിയെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആതില. അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പോകുന്നുള്ളത്. പാവം. യൂണിവേഴ്സ് അങ്ങനെയാണ്, ഒരു ഗുഡ് ഉണ്ടാവാതെ ബാഡ് ഉണ്ടാവത്തില്ല, ബാഡ് ഉണ്ടാവാതെ ഗുഡ് ഉണ്ടാവത്തില്ല. നീയാണേ ഒരു അസല് മണ്ടിയാണെന്ന് പറയുന്നുണ്ട് നൂറ. അന്നേരം ആതില പറയാണ് നീ ഒരു ബുദ്ധിമതിയാണെന്ന് അറിയാൻ ഈ ബിഗ് ബോസ് വേണ്ടി വന്നു. അപ്പം നീ ഇത്രയും നാളും എന്നോട് അഭിനയിക്കുകയായിരുന്നു അല്ലേടി? സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇതൊരു ലൂഡോ ഗെയിമായിട്ടാണ് തോന്നുന്നത്. ലൂഡോയിൽ നമ്മൾ എന്താണ് കളിക്കുക, ഓരോരുത്തരെ വെട്ടി 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 അവസാനം നമ്മൾ കൂട്ടിലെത്തും. അവിടെ ഞാനെങ്ങനെ മണ്ടിയാവുന്നതെന്ന് ആതില ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാ നിന്നെ ഞാൻ വെട്ടും, പിന്നെ നീ നിന്നാലും പോയാലും എനിക്ക് ബെനിഫിറ്റേ ഉള്ളെന്ന് നൂറ പറയുന്നുണ്ട്. നൂറ പറയാൻ നീ പുറേ പോകുമ്പോൾ എനിക്ക് ഡ്രസ്സ് കൊണ്ടുത്തരും, മുട്ടായി കൊണ്ടുത്തരും. പ്രേക്ഷകരെ ഇവളെ നിർത്തി, ഞാൻ വെറുതെ പറഞ്ഞതാണേ. അപ്പം നിനക്ക് എന്നെ പെരയിൽ വിട്ടിട്ട് നിനക്കിവിടെ പൂണ്ട് പിള്ളയാടണോ? പെരയിൽ വാ, ബെഡിലോട്ട് വാന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പറയാണ് ബെഡ് മാറ്റണമെന്ന് നൂറ. അരേ പടച്ചോനെ, അങ്ങനൊന്നും ഫ്ലാറ്റൊന്നും മാറാനുള്ളതായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നൂറ പറയാണ് മിണ്ടാണ്ടിരി, ആ ബെഡ് ഇതുവരെ കിടക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം നൂറ പറയാ വെറുതെ തമാശ പറഞ്ഞതല്ലേ, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ പറയുന്നുണ്ട് അതിലെ നൂറ ബേബിമാർ. ഇപ്പം എന്തായാലും കുറച്ച് നേരം ആര്യൻ്റെ പേരൊക്കെ എടുത്ത് ലൈവിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പം ആര്യനെ തോന്നും അയ്യോ അതിലെ നൂറയൊക്കെ എൻ്റെ പേര് ഇപ്പോഴും മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ കുറേ വോട്ടെന്നാൽ അവർക്ക് കൊടുക്കാം എന്നൊക്കെ തോന്നാൻ വേണ്ടി ആയിരിക്കും ഈ ടോക്കൊക്കെ ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിലിരുന്ന് ചെയ്യുന്നത്.